بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ നാം ഓരോരുത്തരും സഞ്ചരിക്കണം, മറ്റുള്ളവരെ അതിലേക്ക് ആത്മാർത്ഥമായി പ്രേരിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ സ്ഥാപിതമായ കാഫില എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തൻസീൽ എന്ന ഈ അനുഗ്രഹീത പരിപാടി റമദാനുൽ മുബാറക്ക് സമാഗതമാകുന്ന, അതിലേക്ക് തൊട്ടുരുമ്മി നിൽക്കുന്ന സമയത്താണ് നടക്കുന്നത്. അള്ളാഹു ഈ പരിപാടി സ്വീകരിക്കുകയും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് പ്രേരകമാക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹീത റമദാൻ മാസത്തിൽ നാം എല്ലാവരും നോമ്പ് പിടിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഓരോ കൽപ്പനകൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യം ചെയ്യുക എന്ന കൽപ്പന. രണ്ട്, ഒരു കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്ന കൽപ്പന. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ മധ്യഭാഗത്ത് ആദ്യം റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് വചനങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു തആല നോമ്പ് എങ്ങനെയാണ് പിടിക്കേണ്ടത്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നോമ്പിലൂടെ നാം ആർജിക്കുന്ന തഖ്വയുടെ മഹത്തായ ഗുണം ഏത് വഴിയിലൂടെ നമുക്ക് റമദാനിന് ശേഷവും നിലനിർത്താൻ സാധിക്കും എന്നതിൻ്റെ വിവരണമെന്നോണം 4 കാര്യങ്ങൾ അള്ളാഹു വിവരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം. ഈ ആയത്ത് മാത്രം ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ശരിയായ നിലയിൽ പറയാനും അതിലുപരി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. شهر رمضان الذي أنزل فيه القرآن هدى للناس. റമദാൻ മാസം, അതിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഹുദൽ ലിന്നാസ്,
പരിശുദ്ധ ഖുർആൻ മുഴുവൻ മാനവർക്കുമുള്ള മാർഗദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ സുവ്യക്തമായ സന്ദേശങ്ങൾ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നു. വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വിവേചിക്കുന്ന മഹത്തായ രേഖകളും പരിശുദ്ധ ഖുർആനിൽ അടക്കം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എപ്രകാരമാണ് ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ നോമ്പിലൂടെ പടച്ചവൻ ലക്ഷ്യമിട്ടിരിക്കുന്ന തഖ്വ അത് എങ്ങനെ ആർജിക്കാനും നിലനിർത്താനും സാധിക്കും എന്ന് വിവരിക്കുന്നു. അതിൽ 4 കാര്യങ്ങളാണ് പടച്ചവൻ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്തൊരു പ്രയോഗമാണ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ അവതീർണമായി. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അത് സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്നും 1-ാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടത് അനുഗ്രഹീത റമദാൻ മാസത്തിലാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശേഷം പരിശുദ്ധ ഖുർആനിന്റെ 3 പ്രത്യേകതകൾ അല്ലാഹു വിവരിക്കുന്നു. ഒന്ന്, പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യർക്കും ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ്. നിങ്ങൾ പുരുഷനാണോ, സ്ത്രീയാണോ, യുവാവാണോ, യുവതിയാണോ, സമ്പന്നൻ, ദരിദ്രൻ, ആരുമായിക്കൊള്ളട്ടെ, പരിശുദ്ധ ഖുർആനിൽ വഴിവെളിച്ചം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കും. അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ജീവിതയാത്രയിൽ മുന്നോട്ട് നയിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ആരോടെങ്കിലും കോപിക്കാൻ ആഗ്രഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, വിവാഹമോചനത്തെ ആഗ്രഹിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മാർഗദർശനമുണ്ട്. സമുദായം മനസ്സിലാക്കണം, സൂറത്ത് തലാഖ് വിവാഹമോചനത്തിൻ്റെ 15 ഉന്നതമായ മര്യാദകൾ വിവരിച്ചിരിക്കുന്നു. ഹുദൽ ലിന്നാസ്, അത് മുഴുവൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. അല്ലയോ അമുസ്ലിം സഹോദര സഹോദരി, നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ അരികിലേക്ക് വരിൻ, സ്വാഗതം ചെയ്യുന്നു. ഇതാർക്കെങ്കിലും സംവരണം ചെയ്യപ്പെട്ട ഗ്രന്ഥമല്ല. നിങ്ങൾക്ക് കടന്നു വരാം, പഠിക്കാം, മനസ്സിലാക്കാം, ഉൾക്കൊള്ളാം, ഉയരാം. ഒരുപക്ഷെ സാമ്പ്രദായിക മുസ്ലിമീങ്ങളെക്കാൾ നിങ്ങൾ ഉയരും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ സുവ്യക്തമായ തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സന്മാർഗം മാത്രമല്ല, അതിൻ്റെ വ്യക്തമായ തെളിവുകൾ, രേഖകൾ, അത് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ സാധിക്കണം. ഓരോ കാര്യത്തിനുമുള്ള ശരിയായ നിർദ്ദേശങ്ങളോടൊപ്പം അതിൻ്റെ ന്യായമായ തെളിവുകളും പരിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. വബയ്യിനാതിൻ മിനൽ
من الهدى والفرقان. പരിശുദ്ധ ഖുർആൻ അൽ ഫുർഖാൻ സത്യാസത്യ വിവേചകമാണ്. ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ഖുർആൻ കയ്യിലെടുത്ത് പടച്ചവനോട് സന്മാർഗം ചോദിച്ചുകൊണ്ട് പഠനം ആരംഭിക്കിൻ. ശരി ഇതാണ്, തെറ്റിതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. പക്ഷേ അതിൽ ധാരാളം കൈകടത്തലുകൾ ഉണ്ടായി. അതിൽ എന്തെല്ലാമാണ് ശരി തെറ്റ് എന്ന് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ, സൂറത്തുൽ നിസാ, അതുപോലെയുള്ള സൂറത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് മറിയമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുതര വേദങ്ങളും അതിൻ്റെ ശരി തെറ്റ് ഖുർആനിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തെ ചർച്ച ചെയ്യപ്പെടുന്നൊരു മഹാപുരുഷൻ ശ്രീരാമചന്ദർജി. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനെ ദൈവമായി വാഴിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഈശ്വരനായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ശരിയായ നിലയിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹം ഒരു മഹാനാണെങ്കിൽ തീർച്ചയായും പടച്ചവന്റെ വിനയാന്വിതനായ ഒരു അടിമയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ രാമായണം പരതുമ്പോൾ കാണാൻ സാധിക്കുന്നു, ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി രണ്ടായിരുന്നു. ഒന്ന്, താനുമായി പിണക്കത്തിലായിരുന്ന ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കൽ. രണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും എല്ലാവരെയും കൂട്ടി പടച്ചവന്റെ ഈശ്വരാരാധനയിൽ അദ്ദേഹം മുഴുകുകയുണ്ടായി. വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ സന്മാർഗത്തിൻ്റെ ദർശനമാണ്, സന്മാർഗത്തിൻ്റെ തത്വങ്ങളാണ്, സത്യാസത്യ വിവേചകമാണ്. തീർത്തും സത്യം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അത് ഉപയോഗിക്കാൻ സമുദായം മുന്നോട്ട് വരണം. ഒരു വൈദ്യന്റെ ചികിത്സ അത് ഫലപ്രദമാണ് എന്ന് ആ വൈദ്യൻ പ്രഖ്യാപിക്കുന്നു. അത് ഫലപ്രദമാണോ അല്ലയോ എന്ന് വ്യക്തമാകുന്നത് ആ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളിലൂടെയാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, പരിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ്. ഖുർആൻ സത്യത്തിൻ്റെ ഉന്നത വഴിയടയാളങ്ങളാണ്, സത്യാസത്യ വിവേചകമാണ്. എങ്ങനെ മനസ്സിലാകും? ഖുർആനിനോടുള്ള കടമകൾ പാലിക്കാൻ സമുദായം മുന്നോട്ട് വരുമ്പോൾ. അതേ വന്നിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ രൂപാന്തരം പ്രാപിച്ച് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് പോയ സഹാബത്തിൻ്റെ കാഫിലകൾ, അവരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. ആ ഖുർആനിനെ അവർ മാർഗദർശനമായി സ്വീകരിച്ചു. അതിൽ നിന്നും വഴിവെളിച്ചം ഉൾക്കൊണ്ടു. അതിനെ സത്യാസത്യ വിവേചകമായി അവർ കണ്ടു. ആ മഹാന്മാർ സന്മാർഗത്തിൻ്റെ താരങ്ങളായി അവർ മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റമദാൻ മാസത്തിലൂടെ നാം ഓരോരുത്തരും ആരംഭിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഖുർആനുമായി ബന്ധപ്പെടാതെ ഖുർആനിനെ പറ്റി പ്രസംഗിച്ചു കൊണ്ടിരുന്നു, പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. പ്രസംഗവും പൊടിപൊടിക്കും, കേൾക്കലും ഗംഭീരമാകും.
പക്ഷേ നമ്മൾ ഖുർആനിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളുകയില്ല. അതുപോലെ തന്നെ ഖുർആനിൽ നിന്നും വഴിവെളിച്ചം സ്വീകരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നും ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമാകുകയില്ല. അതുകൊണ്ട് ഈ സമയത്ത് നാം ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ്, പരിശുദ്ധ ഖുർആനുമായി നാം ശരിയായ നിലയിൽ ബന്ധപ്പെടും. അതായത് സഹാബത്ത് ബന്ധപ്പെട്ടതുപോലെ ബന്ധപ്പെടും, മുൻഗാമികളായ മഹത്തുക്കൾ ബന്ധപ്പെട്ടതുപോലെ ബന്ധപ്പെടും. ആ ബന്ധത്തിൻ്റെ സുവർണ നിമിഷങ്ങളാണ് റമദാൻ മാസം. അതിൽ ആ ബന്ധം നമ്മൾ ശക്തമാക്കി, എന്നിട്ട് ജീവിതത്തിൽ മുഴുവനും നിലനിർത്തി. ഒരു ഭാഗത്ത് റമദാൻ മാസം ഐശ്വര്യ സമ്പൂർണമാകും, മറുഭാഗത്ത് റമദാനിലൂടെ ഉന്നത ഉപഹാരം ലഭിച്ച് നമുക്ക് അടുത്ത 11 മാസത്തിലേക്കുള്ള ഉയർന്ന വഴിവെളിച്ചമായി, മാർഗദർശനമായി, സമാശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തണലായി പരിശുദ്ധ ഖുർആൻ മാറുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് ഉന്നതമായ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണമെന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു ചിന്ത വരാറുണ്ട്, എന്താണാവോ ഇയാൾ പറയുന്നത് ഖുർആനുമായിട്ട് ബന്ധമെന്ന്. ഞങ്ങൾക്ക് സൂറത്ത് ഫാത്തിഹ അറിയാമല്ലോ, യാസീൻ അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ക്ലാസ് മൊബൈലിൽ നിന്ന് കേൾക്കുന്നെല്ലാം ഉണ്ടല്ലോ, പള്ളികളിൽ മുസ്ഹഫുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ, വീട്ടിലും ധാരാളം മുസ്ഹഫ് ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടതുപോലെ നമ്മൾ ബന്ധപ്പെടുക, മഹാന്മാരായ സഹാബാക്കൾ ബന്ധപ്പെട്ടതുപോലെ ബന്ധപ്പെടുക. ആ ബന്ധം 5 രീതിയിലായിരുന്നു. അള്ളാഹു നമുക്ക് ഉൾക്കൊണ്ട് ഒരു നല്ല നീയത്തെടുത്ത് ഈ സരസിൻ്റെ സമാപനത്തിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവരിൽ സത്യം, അതിലൂടെയാണ് കാരിക്കോട് ഉണ്ടായിത്തീർന്നത്, അതിലൂടെയാണ് നൈനാരി പള്ളി ഉണ്ടായിത്തീർന്നത്. പരിശുദ്ധ ഖുർആൻ, ഇതിനോടുള്ള മുൻഗാമികൾ പാലിച്ച ആദ്യത്തെ കടമ ഖുർആനിനെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്. തഅദീമു കിതാബില്ലാഹ്, ഇന്ന് എത്രമാത്രം ആദരവുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് പരിശുദ്ധ ഖുർആന് പ്രതികൾ അധികരിച്ചു. മൊബൈലിൽ പരിശുദ്ധ ഖുർആൻ അത് പ്രചരിച്ചു. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ബഹുമാനവും അങ്ങേയറ്റം കുറഞ്ഞു. വീടുകളുടെ കാര്യമിരിക്കട്ടെ, മസ്ജിദുകളിൽ എല്ലാം മനോഹരം. ആകപ്പാട് കാണാൻ കൊള്ളാത്തത് ഖുർആൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി അഴുക്ക് പിടിച്ച് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കാമോ എന്ന് നിലവിളിച്ച ഖുർആനുകൾ ഇരിക്കുകയാണ്. വിനീതനൊരു മസ്ജിദിൽ കുറിപ്പെഴുതി കൊടുക്കുകയുണ്ടായി. എന്നോടുള്ള ആദരവിൻ്റെ പേരിൽ നമസ്കരിച്ച സമയത്ത് ഏതോ സഹോദരൻ വന്ന് ഫാൻ ഇടുകയുണ്ടായി. പക്ഷെ അതിലൂടെ ഖുർആനിൻ്റെ പ്രതികളുടെ പൊടികളെല്ലാം പറന്ന് എനിക്ക് ജലദോഷം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനൊന്ന് ഒതുക്കി വെക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്താൽ കൊള്ളാം. അള്ളാഹു ആ കമ്മിറ്റിക്കാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ നല്ല അലമാരി ഉണ്ടാക്കി ഖുർആൻ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. വീടുകളിൽ എത്രയോ വേദനാജനകമാണ് അവസ്ഥ. നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കി. ടിവിയുടെ അടിയിൽ, പത്രങ്ങളുടെ ഇടയിൽ നിലവിളിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്നെപ്പോലെയുള്ള ആളുകൾ ആക്ഷേപം കേട്ട് കേട്ട് മടുത്തിരിക്കുന്നു. ഇയാൾ ഈ ബുക്കും എഴുതിക്കൊണ്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നടക്കുന്നു. ആളുകൾ ഇതിനെ ആദരിക്കുന്നുണ്ടോ? അവർക്കുള്ള മറുപടി വേറെ പറയുന്നുണ്ട്. പക്ഷെ സമുദായത്തോട് പറയുന്നു, ഖുർആൻ വീട്ടിൽ നിങ്ങൾ വെക്കുന്നോ ആദരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ വീട്ടിൽ വെക്കണ്ട. ഏറ്റവും വലിയ ബഹുമാനം അലമാരിയുടെ മോളിൽ ഖുർആൻ വെക്കലാണ്. അവിടുന്ന് ഇങ്ങനെ കരുണയോടുകൂടി ഖുർആൻ നോക്കുന്നത് കാണാം. മോളെ ഒന്നെടുക്കാമോ, ഒന്നെന്നെ ചുംബിക്കാമോ? സഹോദര, നമ്മൾ പരിശുദ്ധ ഖുർആനിനെ ആദരിക്കുക. നമ്മളെ വീടുകളിലെ ഏറ്റവും വലിയ ആദരണീയ വസ്തു പരിശുദ്ധ ഖുർആനായിരിക്കണം. فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم.
നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു. ബോധമുണ്ടെങ്കിൽ അത് വലിയ ഗൗരവമായ പ്രയോഗം തന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ആദരണീയ ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഖുർആൻ എന്ന പ്രയോഗം കാണാൻ സാധിക്കുകയില്ല. ഖുർആൻ ആദരിച്ചുകൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഖാഫ് വൽ ഖുർആനിൽ മജീദ് ഇന്നഹു ലഖുർആനുൻ കരീം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് പാലിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മൾ പരിശുദ്ധ ഖുർആനെ ആദരിക്കണം, ബഹുമാനിക്കണം. പരിശുദ്ധ ഖുർആനിനോട് മഹാന്മാരായ സഹാബത്തും മുൻഗാമികളും പുലർത്തിയ രണ്ടാമത്തെ കടമ, അവർ ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും ഓതും, എപ്പോഴും കേൾക്കും. അൽഹംദുലില്ലാഹ്, ഇവിടെ ഹാഫിളത്തുകളെ ആദരിക്കുന്നു. ഒരു ഉസ്താദ് പറയുകയും ചെയ്തു, ഹാഫിദീങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണെന്ന്. വിനീതൻ മസ്ജിദ് നബവിയിലെ ഇമാമിനെ കാണുകയുണ്ടായി. എന്താ ജോലി? മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. മദ്രസയിൽ ആരൊക്കെയുണ്ട്? ഇത്ര ഹിഫ്ദിലെ കുട്ടികളുണ്ട്, ഇത്ര ശരീഅത്തിലെ കുട്ടികളുണ്ട്. ഷേഖ് അബ്ദുൽ മുഹ്സിൻ ഉടനെ ചോദിക്കുകയുണ്ടായി, ഹിഫ്ദ് പഠിപ്പിക്കാൻ വേണ്ടി മദ്രസയെന്നോ? ഹിഫ്ദ് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യമെന്നോ? സമുദായത്തിൻ്റെ കടമയാണ് ഖുർആൻ ഓതാൻ പഠിക്കലും ഖുർആൻ കഴിവിൻ്റെ പരമാവധി മനനം ചെയ്യലും. ഹാഫിദീങ്ങൾ എന്നൊരു പുതിയൊരു വിഭാഗമാണ് സഹോദരങ്ങൾ. മുൻഗാമികൾ എല്ലാവരും ഹാഫിദീങ്ങളായിരുന്നു, അവരവരുടെ കഴിവനുസരിച്ച്. ഒരിക്കൽ മലപ്പുറത്തൊരു ഭാഗത്ത് തറാവീഹിന് ഇമാമത്ത് നിന്നു. ആരും പുറയിൽ കാണുകയില്ല എന്ന ധൈര്യത്തിൽ ഇമാമത്ത് നിന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജുസുവായിരുന്നു. ഒരു ബനിയനിട്ട കൈലി ഉടുത്ത ഒരു വാപ്പ എന്നെ ആദ്യം മുതൽ അവസാനം വരെ ചെവിക്ക് പിടിച്ച് തിരുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് വലിയ സന്തോഷം വന്നു. അദ്ദേഹത്തിന് കൈ ചുംബിക്കുകയുണ്ടായി. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉത്തുരുമാവൂഹിയ ആദ്യം മുതൽ അവസാനം വരെയും ഒരൊറ്റ തെറ്റുവിടാതെ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ഖുർആൻ ഓതാൻ അറിയാം? തൻസീൽ, നമ്മളുടെ ഈ കാഫില, ഈ അനുഗ്രഹീത വിരുന്നിൽ ചെറുപ്പക്കാരായ സഹോദരങ്ങളുണ്ട്. വളരെ നല്ലത്. എല്ലാവരും കൂടണം, മുഴുവൻ ആൾക്കാരും കടന്നു വരണം, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരണം. ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അൽഹംദുലില്ലാഹ്, ഖാരി സൽമാൻ സാഹിബിൻ്റെ മധുരമനോഹരമായ ഖുർആൻ പാരായണം കേട്ടു. പക്ഷേ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതാത്തത്? സഹോദരങ്ങൾ, നാം ഓരോരുത്തരും ഖുർആൻ ഓതണം. എൻ്റെ മനസ്സിൽ സംഭവങ്ങൾ തികട്ടി വരികയാണ്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ദിന് എന്നെ കാരണമാക്കിയത് 3 പേരാണ്. ഒന്ന്, അടുത്ത മസ്ജിദായ എറണാകുളം മസ്ജിദുൻ നൂറിൽ ഹാഫിദീങ്ങൾ റമദാൻ മാസത്തിൽ മാരി പോലെ പെയ്തിറങ്ങുമായിരുന്നു. അവരുടെ ഒന്നാന്തരം ഖുർആൻ ഓതൽ കേട്ട് ഹിഫ്ദിലേക്ക് ആഗ്രഹം വന്നു. 2, എൻ്റെ മരിച്ചുപോയ പാവപ്പെട്ട ഉമ്മ ദീനിൻ്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ല അവർക്ക്, ഒന്നാന്തരം ഖുർആൻ ഓതുമായിരുന്നു. സൂറത്തുൽ ബഖറ, സൂറത്തുൽ കഹ്ഫ്, ഈ സൂറത്തെല്ലാം ഞാൻ ഉമ്മായി നിന്നാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഹിഫ്ദിൽ വളരെ പ്രയാസമായിരുന്നു ഹിഫ്ദ് പഠിത്തം. പക്ഷേ ഈ സൂറത്ത് വളരെ എളുപ്പമായിരുന്നു. പാവപ്പെട്ട തള്ള ഓതുകയാണ്. 3, എൻ്റെ പെങ്ങൾ, ഈ നാട്ടിലുള്ള സഹോദരിമാരും അതിൽ പോയിട്ടുണ്ട്. അവരാദ്യമായി തമിഴ്നാട്ടിൽ ബനാത്തിൽ ചേരുകയുണ്ടായി. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. തഅലീമിന് മുമ്പ് ആ പെൺകുട്ടികൾ പരിശുദ്ധ അവർ പെങ്ങളും ഇവരും ഖുർആൻ മധുരമായി പാരായണം ചെയ്യും. ഇവിടെ സഹോദരിമാരുണ്ട്, നിങ്ങൾ ഖുർആൻ മധുരമായി പാരായണം ചെയ്യണം. മെയ്ക്ക് വെച്ചൊന്നും ഓതണ്ട. പക്ഷെ വീട്ടിൽ വാപ്പയെ കേൾപ്പിക്കണം, ഉമ്മയെ കേൾപ്പിക്കണം, ഭർത്താവിനെ കേൾപ്പിക്കണം, മക്കളെ കേൾപ്പിക്കണം. മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഹാഫിദീങ്ങളായ ഒരു സമുദായമാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മടിത്തട്ടിൽ കിടന്നുകൊണ്ട് സിനിമാ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾ നല്ല മനോഹരമായിട്ട് ഓതണം. ഒരു വലിയ അപകടത്തിൽപ്പെട്ട പെൺകുട്ടി കായംകുളത്ത് ബനാത്തിൽ ആ കുട്ടിയെ കൊണ്ടുവരികയുണ്ടായി. ആ കുട്ടിയുടെ വാപ്പയെ
ആരംഭത്തിൽ ഞാൻ കാണുമായിരുന്നു. അദ്ദേഹം നമ്മളോടൊന്നും താല്പര്യമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദൂരത്തേക്ക് മാറി അദ്ദേഹം പതുക്കെ നടക്കും. ഞാൻ കൂടെ കൂടെ കയ്യിൽ പിടിക്കാൻ പോകും. പതുക്കെ ഒന്ന് കൈ അഴിച്ച് അദ്ദേഹം മാറി മാറി നടക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അദ്ദേഹത്തെ കാണുന്ന ഒരു വലിയ തൊപ്പിയെടുത്ത് തലയിൽ ഇട്ടിട്ടുണ്ട്, മുണ്ട് കയറ്റി കൊടുത്തിരിക്കുന്നു. എന്നെ ഓടി വന്ന് കണ്ട് മുസാഫാത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം സംഭവം പറഞ്ഞു. എനിക്ക് ദീനുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. മകൾ അപകടത്തിൽപ്പെട്ടത് കൊണ്ട് ഇവിടെ കൊണ്ടിട്ടതാണ്. അൽഹംദുലില്ലാ അവൾ ഇവിടെ പഠിച്ചു. അവരുടെ തഹജ്ജുദിന്റെ ഖുർആൻ പാരായണം, സുബ്ഹാനല്ലാഹ്, അവരുടെ തഹജ്ജുദിന്റെ ഖുർആൻ പാരായണം എൻ്റെ മനസ്സിൽ പരിവർത്തനമുണ്ടാക്കി. ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിച്ചു, ധാരാളം മക്കളുണ്ടായി, പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അതിന് വലിയ അത്ഭുതം, ആ ചെറുപ്പക്കാരൻ ആ കുടുംബത്തിൽ പോയി കയറി. ഇദ്ദേഹം നല്ല ഈമാനിയായിട്ട് മരിച്ചു. കുറച്ച് അപകടത്തിൽ ഇദ്ദേഹം പെട്ടുകിടന്നിരുന്നു, അതിൽ നിന്നെല്ലാം രക്ഷിച്ചു. വളരെ നല്ല ഈമാനിയായ മരണമുണ്ടായി. നിങ്ങൾ എന്നാ പരിശുദ്ധ ഖുർആൻ ഓതുക സഹോദരങ്ങളെ? അതുകൊണ്ട് എല്ലാവരും ഖുർആൻ ഉറക്കെ ഓതണം. തയ്യാറാണോ എല്ലാവരും? ഇൻഷാ അല്ലാഹ് വീടുകളിൽ അള്ളാഹിന്റെ കലാം ഓതണം. സഹോദരിമാർ ഉറക്കെ ഓതണം. അന്യപുരുഷന്മാരെ കേൾപ്പിക്കണ്ട. നിങ്ങളുടെ വാപ്പ ഏതന്യൻ, നിങ്ങളുടെ ഭർത്താവ് ഏതന്യൻ, നിങ്ങളുടെ മക്കൾ ഏതന്യൻ. പരിശുദ്ധ ഖുർആനിനോടുള്ള മൂന്നാമത്തെ കടമ, മുൻഗാമികൾ പാലിച്ച കടമ, പരിശുദ്ധ ഖുർആൻ അവർ പഠിക്കുമായിരുന്നു. ഓരോരുത്തരും മുസ്ലിമാണോ പഠിക്കൽ നിർബന്ധം. കേട്ട് കഴിഞ്ഞു, അമുസ്ലിമിനും പഠിക്കാൻ സാധിക്കും. കാലഘട്ടം നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സഹോദരൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നു, വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചു. ഖുർആനിന്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. മുഴുവൻ മുസ്ലിമീങ്ങളുടെയും വല്ലാഹി ബാധ്യതയാണ് ഖുർആൻ പഠിക്കൽ. അവരവരുടെ കഴിവനുസരിച്ച് ശരിയാണ്. ആഴമേറിയ ചർച്ചകൾ ഇത് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കൽ. സാദാ സീതാ കാര്യങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രവിശ്യകളിലേക്ക് പ്രഖ്യാപനം നടത്തി. ഓരോ പെൺകുട്ടികൾ പോലും സൂറത്തുൻ നിസാ, സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൻ നൂർ, സൂറത്തുൽ ഹുജറാത്ത്, ഈ സൂറത്തുകൾ പഠിച്ചിരിക്കണം. പുരുഷന്മാരല്ല, ആണുങ്ങളുമല്ല, പെൺകുട്ടികൾ പോലും പഠിച്ചിരിക്കണം. ആകെ പ്രശ്നം സമുദായം വൈവാഹിക ജീവിതത്തിൽ എവിടെ പ്രശ്നമാകാതിരിക്കും? എന്താണ് വിവാഹമെന്ന് പഠിക്കുന്നില്ല. സൂറത്തുൻ നിസാ പഠിക്കൻ, വൈവാഹിക ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങൾ, അതിന് മധുരമായ മര്യാദകൾ, ബാലൻസിൽ മനുഷ്യരെ കൊണ്ടു നിർത്തുന്ന കാര്യങ്ങൾ. സൂറത്തുൻ നൂർ പഠിക്കൻ, ജീവിത വിശുദ്ധി. സൂറത്തുൽ അഹ്സാബ് ആദരവായ റസൂലിനോടുള്ള കടമ. സൂറത്തുൽ ഹുജറാത്ത് പരസ്പര കടമകൾ. ഖുർആൻ പഠിക്കൻ, മനസ്സിലാക്കൻ, ഖുർആനിക രചനകൾ പാരായണം ചെയ്യൻ. നമ്മളുടെ കടമയാണ്, കർത്തവ്യമാണ് സഹോദരങ്ങളെ. ഒരു സഹോദരൻ കുടുംബ വഴക്കിൽ കഴിയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കല്യാണം കഴിച്ചപ്പോഴേ ഒന്നുകിൽ മര്യാദയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ വിട്ടുപിരിയാമെന്ന് വാക്ക് കൊടുത്തല്ലോ. ഞാൻ വാക്കൊന്നും കൊടുത്തിട്ടില്ല, ഇയാൾ വാക്ക് കൊടുത്ത് കാണും. എന്നോട് പറയുകയാണ്. ഞാൻ പറഞ്ഞു, മറ്റേ ഒരു ഉസ്താദിന്റെ കൈ പിടിച്ച് കുറച്ച് കുണുകുണാന്ന് പറഞ്ഞോ? പറഞ്ഞു. ആ കുണുകുണാന്റെ അർത്ഥം ഇതാ, ഒന്നുകിൽ ഈ പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ വിട്ടുപിരിയാം. ഞാൻ പറഞ്ഞിട്ടില്ല. സമുദായത്തിന്റെ അവസ്ഥയാണ്. പരിഹാസ്യമല്ല സഹോദരങ്ങളെ, കളിയാക്കാൻ പറയുന്നതല്ല. പഠിക്കണം, നമ്മൾ ഖുർആൻ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യത്തിന്റെ ജനാലകൾ തുറന്ന് വിഹായസിലേക്ക് അത് ഉയർത്തും. രണ്ട്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ശരിയായ ദിശാബോധം ലഭിക്കും ഖുർആനിലൂടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനെ സ്തുതിക്കണം. പടച്ചവൻ പരിപാലകനാണ്. അർ-റഹ്മാനിർ റഹീം, പടച്ചവൻ വലിയ കരുണയുള്ളവനാണ്. മാലികി യൗമിദ്ദീൻ, വലിയ നീതിമാനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ മാത്രം ആരാധിക്കണം. സഹായങ്ങൾ പടച്ചവനോട് തന്നെ ചോദിക്കണം.
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സന്മാർഗത്തിന് വേണ്ടി നിരന്തരം താണുകയാണ്, അപേക്ഷിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നല്ലവരുടെ ഗുണങ്ങൾ പഠിക്കണം, പകർത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, മോശപ്പെട്ടവരുടെ ദുർഗുണങ്ങൾ മനസ്സിലാക്കണം, അതിനെ വർജിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ആർക്കാ മനസ്സിലാകാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നു, ഖുർആനിക രചനകൾ പാരായണം ചെയ്യുന്നു, ഖുർആനിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ പരിശ്രമത്തെ കൂടുതൽ ഫലവത്താക്കുമാറാകട്ടെ. സഹോദരന്മാർ ഖുർആന്റെ കാര്യം ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കിൻ, സഹോദരിമാർ ഖുർആന്റെ കാര്യം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കിൻ. സമുദായം ഭയങ്കര അവസ്ഥയിലാണ് സഹോദരങ്ങളെ. പക്ഷെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പരിഹാരം കൂടി പറയണം. സമുദായത്തിന്റെ രക്ഷാമാർഗമാണ് ഈ ഇരിക്കുന്ന ഓരോ തൊപ്പിയിട്ടവരും താടി വെച്ചവരും കുട്ടികളുടെ കയ്യിൽ സ്നേഹത്തോട് കയറി പിടിക്കണം. മോനെ ഖുർആൻ പഠിക്കാൻ പറയണം. മോളിലിരിക്കുന്ന ഓരോ സഹോദരിമാരും പർദ്ദയിട്ടവരും അതുപോലെ തസ്ബീഹ് പിടിച്ചവരും പെൺകുട്ടികളുടെ കയ്യിൽ കയറി പിടിക്കണം. മോളെ ബാ, അവര് മാറും, അവര് ഭയങ്കര മാറ്റമാണ്. മൗലാന സജ്ജാദ് നുഅ്മാനി 4 മാസം മുമ്പ് 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ മദ്രസയിലേക്ക് കുറച്ച് പെൺകുട്ടികളെ കൂട്ടുകയുണ്ടായി. 2 നിബന്ധന വെച്ചു. 1, ഒരു ബനാത്തിനും പോയ കുട്ടികളാകാൻ പാടില്ല. 2, ഞങ്ങളെ അവരാരും ഉസ്താദ് മൗലാന അതുപോലെ ഉസ്താദിയത്തെ വിളിക്കരുത്, ഉമ്മ എന്നും വാപ്പ എന്നും വിളിക്കണം. 2 നിബന്ധന വെക്കുകയുണ്ടായി. അൽ ഫുർഖാനിൽ മൗലാന നടത്തിയ ആ കുട്ടികൾക്ക് നടത്തിയ പ്രഭാഷണങ്ങളും സുബ്ഹാനല്ലാഹ് അവസാനം ആ കുട്ടികൾ ചോദിച്ച ചോദ്യോത്തരങ്ങളും കൊടുത്തു. ഞാൻ കുറച്ച് തയ്യാറാക്കി, പിന്നെ വേറെ കുറച്ച് കിതാബുകളുടെ പണി വന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. വെറും ഖുർആനിന്റെ ലളിതമായ കാര്യങ്ങൾ മൗലാന പറഞ്ഞു. ലാസ്റ്റ് സെക്ഷൻ ചോദ്യോത്തരമാണ്. യാ റഹ്മാൻ, നമ്മൾ നിന്ദിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ചോദ്യം. വാപ്പ, സുബ്ഹാനല്ലാഹ്, അബ്ബാജാൻ, പൊന്നു വാപ്പ, ജീവിതത്തിൽ കുറെ വീഴ്ചകൾ വന്നുപോയി, അതിന് പരിഹാര മാർഗമൊന്ന് പറഞ്ഞു തരണം. 1, പൊന്നു വാപ്പ, ഫലസ്തീനിൽ ദുരന്തം നടക്കുന്നു, അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങൊന്ന് പറഞ്ഞു തരണം. യാ റഹ്മാൻ, ഓരോ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയുണ്ടായി. വല്ലാഹി, നമ്മുടെ ഈ ചെറുപ്പക്കാരെ നിന്ദിക്കരുത്, ഈ കാഫിറുടെ പരിശ്രമങ്ങളെ നിസ്സാരമായി കാണരുത്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ പാവത്തുങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ കൂടിൻ, അവരെ പ്രേരിപ്പിക്കിൻ. നല്ല കഴിവാണ് സമുദായത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ളത്. ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ചെയ്യാതെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നവരെ കയ്യിൽ നിന്ന് പിടിച്ച് ഒന്ന് നെക്കി നോക്കിക്കെ, ചാടി വരും പള്ളിയിലോട്ടവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലഅനത്തുല്ലാഹി അലൈഹി, ശപിക്കപ്പെട്ടവൻ, നീ ഒരിക്കലും നന്നാകത്തില്ല, നീ എൻ്റെ മോനാകേണ്ടിയിരുന്നില്ല. ഈ വാക്കൊക്കെ ദഅവത്തല്ല സഹോദരങ്ങളെ, മാനസിക രോഗമാണ്. അവരെ കയ്യിൽ കയറി ഒന്ന് പിടിക്കാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവരും. ആളുകളുടെ മനസ്സുകൾ വിജൃംഭിതമാകും, പരിവർത്തനത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കും. നാലാമത്തെ കടമ, പരിശുദ്ധ ഖുർആനിനോടുള്ള 4ാമത്തെ കടമ, അത് ഇച്ചിരി കടുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനെ പാലിക്കാൻ. പ്രസംഗം എളുപ്പം, എഴുത്തെളുപ്പം, കേൾക്കലും വായിക്കലും അതിനേക്കാളും എളുപ്പം ജീവിതത്തിൽ കൊണ്ടുവരണം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുന്ന ഖുർആൻ. തൊട്ടപ്പുറത്ത് ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷത്തു തുഹ്റ, ഫാത്തിമത്തു സഹറ നടന്നു നീങ്ങുന്നു. ചലിക്കുന്ന ഖുർആൻ. فالصالحات قانتات حافظات للغيب بما حفظ الله. പരിശുദ്ധ ഖുർആനിൽ അവരെ വാഴ്ത്തി പറയുന്നു.
ഔലിയാക്കൾ ദാ സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദുൽ കബീർ റിഫായി, ഖാജ മുഈനുദ്ദീൻ ചിശ്തി, ശിഹാബുദ്ദീൻ സുഹ്റവർദി. ചലിക്കുന്ന ഖുർആൻ, ചലിക്കുന്ന ഖുർആൻ. തൊട്ടിപ്പുറത്ത് റാബിയത്തുൽ അദവിയ്യ, നഫീസത്തുൽ മിസ്രിയ, ചലിക്കുന്ന ഖുർആൻ. അധികമൊന്നും ദൂരത്ത് പോകണ്ട, ഒരു 20 വർഷം മുമ്പുള്ള നെയ്നാരി പള്ളിയുടെ പരിസരം അള്ളാഹു അടങ്ങിയിരിക്കുന്ന മഹാന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബറുകൾ പ്രകാശം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചലിക്കുന്ന ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരും. പരിശുദ്ധ ഖുർആൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. പാഴ്കാര്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചവർ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ജീവിത വിശുദ്ധി മുറുകെ പിടിച്ചവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീന ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. എന്നാൽ ഖുർആന്റെ ഭയങ്കര സന്തുലിതത്വം, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. ഒരു വല്ലാത്ത സൂക്ഷ്മതയായി പോകും. അതുകൊണ്ട് എടുത്തു പറയുന്നു, ഇല്ല, ഭാര്യമാരോട് സൂക്ഷിക്കുകയില്ല. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. മുസ്ലിം കച്ചവടം. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. വീണ്ടും നിസ്കാരം. ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ ജീവിതത്തിൽ അതിനെന്ത് ചെയ്യണം? അതാണ് 5ാമത്തെ കടമ. അത് 3-ൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇന്ന് മുതൽ ആളുകളെ ഖുർആനിലേക്ക് വിളിക്കുന്നവരാകും. തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഖുർആനിലോട്ട് വിളിക്കും. മോനെ, മോളെ, വാ ഖുർആനിലോട്ട് വാ. ഭാര്യയെ, ഭർത്താവിനെ, വാപ്പയെ, ഉമ്മയെ ആദരവോടുകൂടി ഖുർആനിലോട്ട് വിളിക്കുന്നു. ഖുർആനിലോട്ട് വിളിക്കുന്നു. റമദാൻ മാസം വരികയാണ്. തറാവീഹ് നമസ്കാരത്തിലേക്ക് വിളിക്കൽ ജോലിയാക്കിൻ. ഹാഫിളീങ്ങളെ ഇമാമത്ത് നിർത്തൽ ജോലിയാക്കിൻ. അവരുടെ പിന്നിൽ കയ്യും കെട്ടി മധുരമായി നമസ്കരിക്കുന്നത് ജോലിയാക്കിൻ. നിങ്ങളുടെ നിർബന്ധം കാരണം ബഹുമാനപ്പെട്ട നൗഫൽ ഉസ്താദ് നിർബന്ധിതനായി വന്ന് ഖുർആന്റെ ദർസ് നടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആലിമീങ്ങളോട് ചോദിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഉസ്താദിന് പുറകിൽ നടക്കും. ഈ ആയത്തിന്റെ ആശയം എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അടുത്ത് എൻ്റെ കുടുംബത്തിലെ ഒരു ഉമ്മുമ്മ ഒന്നിനും പാടില്ലാത്തൊരു അഭിപ്രായ വ്യത്യാസം ചോദിക്കും. അവരുടെ ഉമ്മായിക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇത് ഉമ്മ എന്നോട് സൂറത്തിൽ, ഞാൻ പറഞ്ഞ് വേറൊരു ഉമ്മുമ്മ ഉണ്ടായിരുന്നു, എന്നെ അടുത്ത് വിളിച്ചിരുത്തി സൂറത്തിൽ അൻആം ഓദിക്കുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ ചോദിക്കുകയാണ്. ദേഷ്യപ്പെടേണ്ടി വന്നു ഒരു ഉമ്മയോട്. വേണ്ടാത്തതിനെല്ലാം കൈയിടുക പെണ്ണുങ്ങൾ. അഭിപ്രായ വ്യത്യാസത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഒരു ഉമ്മായിക്ക് വേറെ ജോലിയില്ലേ? ഉമ്മായുടെ ഇന്ന ഉമ്മുമ്മ എന്നോട് സൂറത്തിൽ അൻആം ഓദിപ്പിച്ചിട്ടുണ്ട്. സൂറത്തിൽ അൻആം ഓതി അർത്ഥം വെച്ച് എന്നോട് ആദ്യം പറയുന്ന വാക്ക എപ്പം കണ്ടാലും സൂറത്തിൽ അൻആം ഓതി അർത്ഥം വെക്ക്. അൽഹംദുലില്ലാ, ആ തള്ളയുടെ പറച്ചിന് കാരണം ഞാൻ സൂറത്തിൽ അൻആം സൂക്ഷിച്ച് പഠിക്കാൻ കാരണമായി. ഇതാണ് സഹോദരങ്ങളെ 5 കടമകൾ. ഖുർആനെ ബഹുമാനം, ഖുർആൻ ഓതൽ, കേൾക്കൽ, ഖുർആൻ മനസ്സിലാക്കൽ, ഖുർആൻ ജീവിതത്തിൽ പകർത്തൽ. ഇതെല്ലാം ഉണ്ടാകാൻ വേണ്ടി ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ. എന്നാൽ എന്ത് കിട്ടും? പരിശുദ്ധ ഖുർആൻ കിട്ടും. കാലഘട്ടം വളരെ ദയനീയമാണ്. പ്രയാസ പ്രശ്നങ്ങൾ അടങ്ങിയതാണ്. രക്ഷാമാർഗത്തിൽ ഇഷ്ടം പോലെ രക്ഷാമാർഗം, അതിലൊന്ന് പരിശുദ്ധ ഖുർആനാണെന്ന് സമുദായം മനസ്സിലാക്കി. ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ. പടച്ചവനെ, നീ അവരെ വിജയിപ്പിക്കണേ. അള്ളാഹുവേ, അവർക്ക് നീ കാരുണ്യം ചൊരിയണേ. പടച്ചവനെ,
നമുക്കവരുടെ വേദനയിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ട്. പക്ഷെ അവർ വേദന സ്വാഭാവികമായിട്ടുണ്ടെങ്കിലും ഭയങ്കര അന്തസ്സിലാണ്. കാരണം അവരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആനുണ്ട്. 40 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ് ഗസ. 40 വർഷം, 50 വർഷം ദീനിൽ നിന്ന് അകന്നു, ഖുർആനെ കൈയൊഴിഞ്ഞു, ഫലസ്തീൻ നഷ്ടപ്പെട്ടു. 40 വർഷത്തെ കഠിനാധ്വാനം, 2 കാര്യങ്ങൾക്ക് അള്ളാഹു കയ്യും കാലും തളർന്ന സാധുവായ ഷേഖ് അഹമ്മദ് യാസീനെ വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നിർബന്ധിച്ചു. ഒന്ന്, എല്ലാവരും വിദ്യാഭ്യാസം നടത്തണം, എല്ലാവരും എഞ്ചിനീയർ ആകണം, എല്ലാവരും ഡോക്ടറാകണം. ഗസയിൽ ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്ത ആണുങ്ങളെ ഇല്ല, പെണ്ണുങ്ങൾ മത്സരം. പടച്ചവനെ നീ കരുണ കാണിക്ക അല്ലാഹുവേ. അവിടുത്തെ ജാമിഉൽ അസ്ഹർ തകർക്കപ്പെട്ടു. എല്ലാവർക്കും വിദ്യാഭ്യാസം. നിങ്ങൾ വായിച്ചു കാണും, ഞാൻ കിടന്നാ വായിച്ച് എഴുന്നേറ്റു. അവിടെ ഫാനിന് വേണ്ടി ഒരു കൊച്ചു പയ്യൻ 2 ദിവസം കൊണ്ട് ഫാൻ നിർമ്മിക്കുകയുണ്ടായി. പ്രകൃതിയിൽ തന്നെ, കാറ്റിൽ തന്നെ കറങ്ങുന്ന ഫാൻ നിർമ്മിക്കുകയുണ്ടായി. 40 വർഷത്തെ കഠിനാധ്വാനമാണ്. 2, അതാണ് ഭയങ്കര വിഷയം. എല്ലാവരുടെ കയ്യിലും ഖുർആൻ കൊടുത്തു. നമ്മൾ വെറും ചിത്രങ്ങൾ മാത്രം നോക്കരുത്. കടുത്ത വേനലിൽ അവർ ഇരുന്ന് മധുരമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഹാഫിളീങ്ങളാണ്. അവിടെ നിർബന്ധമാണ് തഹജ്ജുദ് നമസ്കാരം, നിർബന്ധമാണ് ജമാഅത്ത് നമസ്കാരം, കടുത്ത തർബിയത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ. സംഭവം 2, ഇതിലെ എല്ലാ പരിപാടിയും ഉജ്ജ്വലമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. പക്ഷെ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചത് ഹാഫിളത്തുകളെ ആദരിക്കുക എന്ന പരിപാടിയാണ്. മനസ്സിലായി, ഹാഫിളീങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആദരവ് കിട്ടിയത് കൊണ്ടായിരിക്കും, ഹാഫിളത്തുകൾ ഇതുവരെയായിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം. പക്ഷേ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം, മക്കളെ നിങ്ങൾ ഖുർആൻ ഓതി. അല്ലാമ ഇഖ്ബാലിൻ്റെ ഒരു കവിത അവസാനമായി ഉദ്ധരിക്കുകയാണ്. കാളരാത്രിയുടെ ഇടയിലുള്ള സുപ്രഭാതം. മഹാനവറുകൾ പറയുന്നു, പ്രയാസങ്ങളും പ്രശ്നങ്ങളും പെയ്തിറങ്ങുന്ന ഈ കാളരാത്രികളിൽ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പരിശുദ്ധ ഖുർആൻ ഓതുന്ന പെൺകുട്ടികളാണ്. വല്ലാഹി, ഞാൻ മറിച്ച് ചിന്തിച്ചു, എനിക്ക് തെറ്റുപറ്റിയതാണ്. കുട്ടികൾ എന്ന് പറയുമായിരിക്കും, ഇല്ല, പെൺകുട്ടികളാണ്. മോളെ, നീ ഖുർആൻ ഓതുക. നീ മനസ്സിലാക്കണം, നിന്നെപ്പോലെയുള്ളൊരു പെൺകുട്ടിയുടെ ഖുർആൻ പാരായണം കാരണമായിട്ടാണ് ഇസ്ലാമിലെ ഒരു സുവർണ അധ്യായമായ ഉമറുൽ ഫാറൂഖിന് തുടക്കം കുറിക്കപ്പെട്ടത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധ്യായം 1 ഇസ്ലാമിന്റെ ശീതള ഛായയിലേക്ക് എന്തുകൊണ്ട് ആദരവായ റസൂലിനെ വധിക്കാൻ പോയ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടുന്നു. പെങ്ങളും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു. വീട്ടിലേക്ക് ഓടിപ്പോയി. വീടിന്റെ പുറത്ത് നിന്നപ്പോൾ, ഇതാണ് മുസ്ലിം ഭവനം, വീടിന്റെ പുറത്ത് നിന്നപ്പോൾ ചെറിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേട്ടു. വാതിൽ തള്ളി തുറന്നു ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ആദ്യം പെങ്ങളെ എടുത്തിട്ട് അടിച്ചു. അതിനുശേഷം അളിയനെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ ഉമറിന്റെ പെങ്ങൾ തന്നെയായി. അളിയന്റെ ദേഹത്ത് തൊട്ടുപോകരുത്, അന്യനാണ്, തൊട്ടുപോകരുത്, എന്നെ അടിക്കും. അളിയനെ അടിക്കാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചടിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ പൂച്ചയായി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ പലതും ചെയ്യും, ഇയാളാരാ ചോദിക്കാൻ? വളരെ കടുത്ത മറുപടി. ഇല്ല, എനിക്ക് മാറ്റമുണ്ടായി. എന്തോ നിങ്ങൾ ഓതുവായിരുന്നല്ലോ. ആ ഓതുവായിരുന്നു. ഇയാൾക്കെന്ത് വേണം? ഒന്ന് എന്നെ ഓതിന് കേൾപ്പിക്കാമോ? ഇല്ല, കേൾപ്പിക്കത്തില്ല. നിങ്ങൾക്ക് അതിനോട് വെറുപ്പാണല്ലോ. ഇല്ല, എനിക്ക് വെറുപ്പില്ല, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്നു. മോക്കിൻ അളന്ന് മുറിച്ച് പാരായണം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ ബിൻത് ഖത്താബ് പറയുന്നു റളിയല്ലാഹു അൻഹാ, طه ما أنزلنا عليك القرآن لتشقى
إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. അള്ളാഹു ആ ഉമ്മായെ അനുഗ്രഹിക്കുമാറാകട്ടെ. തെരഞ്ഞെടുത്ത് വെക്കണം സമുദായമേ നമ്മൾ. ഓതാൻ പറഞ്ഞ അപ്പോഴേ ചാടിക്കേറി ഓതണം, അപ്പോഴേ ഓതണം. ഇതിലെ ഓരോ ആയത്തുകളും ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ പിടിച്ച് ഹിദായത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുകയുണ്ടായി. طه ما أنزلنا عليك القرآن لتشقى. ഖുർആൻ തലവേദനയല്ല. تنزيلا ممن خلق الأرض والسماوات العلى. സർവലോക സൃഷ്ടാവായ പടച്ചവൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. പടച്ചവൻ വലിയ കരുണയുള്ളവനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്ത അസ്സറാ. എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്ത അസ്സറാ وإن تجهر بالقول فإنه يعلم السر وأخفى. രഹസ്യങ്ങളും പരമരഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്ര രസമാണ്. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. ഇത്രയും പറഞ്ഞു ഉമർ കൂട്ടത്തിൽ ഓതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. സർവശക്തനും സർവാധികാരിയും സർവലോക സൃഷ്ടാവും സർവജ്ഞനുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്നാ. പടച്ചവനെ പറ്റി സുന്ദരമായ വേറെയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പോകുന്നു. ആദരവായ റസൂലിനെ വധിക്കാൻ വന്ന ഉമറുൽ ഫാറൂഖ് ജാഥയ്ക്ക് നേതൃത്വം വഹിച്ച് ആദരവായ റസൂലിനെ സേവിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇന്ന് വരെയും സേവനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ ഓതുന്നു. അമുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഓതുന്നു. അവരെ നമ്മൾ സദസ്സിൽ വിളിച്ചിരുന്നു ഖുർആൻ ഓതുന്നു. ഷേഖ് സൽമാനിന്റെ പാരായണം നമ്മൾ കേൾക്കും, മറ്റുള്ളവരെ കേൾപ്പിക്കും. നിങ്ങൾ ഓതുന്നു. മക്ക ഹറമിലെ ഇമാമുകളുടെ പാരായണം എത്ര മനോഹരം, എത്ര സുമോഹനം. കേൾക്കും. ഈ സാധനം അസഭ്യങ്ങൾക്കും വേണ്ടാത്ത കാര്യങ്ങൾക്കും ഉള്ളതാണോ? ഖുർആൻ പഠിക്കാനും കേൾക്കാനും ഉള്ളതാണോ? തല ചൂടായിരിക്കുന്ന സമയത്ത് വെറുതെ അമർത്തും. ഖാരി അബ്ദുൽ മുഹ്സിൻ സുഖമായിട്ട് പാരായണം. നമ്മുടെ മഹാനായ ഉസ്താദ് അബ്ദുൽ അസീസ് മൗലാന നവ്വറല്ലാഹു മർഖദഹു ഏതാനും വർഷം മുമ്പ് മക്ക ഹറമിൽ വെച്ച് വഫാത്താവുകയുണ്ടായി. വെള്ളിയാഴ്ച സുബഹിക്കാണ് അദ്ദേഹം വഫാത്താകുന്നത്. വലിയ അത്ഭുതകരമായ സംഭവമാണ്. പക്ഷെ പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം അവിടെ പോയത് മുതൽ അദ്ദേഹത്തിന് ഷേഖ് ഷുറൈമിനെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ആ ശൈലിയിൽ ഓതിയിട്ടുള്ളത്. ഒരു പ്രകടനവുമില്ലാതെ സാധാരണ ഓതൽ. അദ്ദേഹം ഇമാമത്ത് നിൽക്കുമോ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഈ ദിവസം ഒന്നും നിന്നില്ല. വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞ് മുറിയിൽ വന്ന് അള്ളാഹുവിന്റെ ദാസൻ അല്ലാഹ് പറഞ്ഞ് മരിക്കുകയുണ്ടായി. എല്ലാ തർത്തീബും കഴിഞ്ഞ് പിറ്റേന്ന് ശനിയാഴ്ച സുബഹിക്ക് ജനാസ നമസ്കരിക്കാൻ എടുക്കപ്പെട്ടപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നു ഷേഖ് ഷുറൈമിന്റെ ഇമാമത്ത്. യാ അല്ലാഹ്, മരിച്ചുപോയ ഉസ്താദ് കട്ടിലിൽ കിടന്ന് ആനന്ദത്തിൽ തുള്ളിച്ചാടി കാണും. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് സുബഹിക്ക് അദ്ദേഹത്തിന്റെ ഓതൽ നീണ്ട ഓതലാണ്, വളരെ നീണ്ട ഓതൽ. അള്ളാഹു നമുക്ക് ഉസ്താദുമാരെ പ്രേരിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പേജിൽ കൂടിയെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു.
സഹോദരങ്ങളെ കുറേ ഓതാൻ പറയണം. കുറേ ഓതട്ടെ. നമ്മൾ പിന്നിൽ കയ്യും കെട്ടി കേൾക്കുന്നു. ഉസ്താദ് കേട്ടു. അതിനുശേഷം അൽഹംദുലില്ലാ ഷേഖ് ഷുറൈമ് വന്നു. അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജനാസ അദ്ദേഹം നമസ്കരിച്ചു. കൊണ്ടുപോയ വ്യക്തി പറയുന്നു അതിനുശേഷം അത് ഇമാമത്ത് നിന്നിട്ടേ ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന് തുടക്കം കുറിക്കും. അൽഹംദുലില്ലാ നിങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന് വേഗത കൂട്ടും. എല്ലാവർക്കും 1-2 നിയ്യത്തെടുത്തുകൂടെ ഇൻഷാ അല്ലാഹ്. ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. മരണം വരെ ഖുർആനെ ആദരിക്കുമോ എല്ലാവരും? ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയും. 2, മരണം വരെ ഖുർആൻ ഓതുമോ? ഇൻഷാ അല്ലാഹ്. ഖുർആൻ കേൾക്കുമോ? അള്ളാഹു ഓതിക്കൊണ്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിന്റെ സന്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കുമോ നിങ്ങൾ? അതിന്റെ രചനകൾ വായിക്കൻ, ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കൻ, അവരോട് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൻ. പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുമോ എല്ലാവരും? അള്ളാഹുവിന്റെ കലാമിലേക്ക് മുഴുവൻ ജനങ്ങളെയും വിളിക്കാൻ തയ്യാറാകുമോ നമ്മൾ? ഇൻഷാ അല്ലാഹ് ഇന്ത്യയിൽ എന്താണെങ്കിലും ഇസ്ലാം നിലനിൽക്കും, നമ്മൾ നിലനിൽക്കും. ഇവിടെ ഇസ്ലാമിനൊരു ഭീഷണിയുമില്ല. മുസ്ലിമീങ്ങൾക്ക് ഭീഷണിയുണ്ട് കേട്ടോ. ഒരു വീട് സുരക്ഷിതമാണെങ്കിൽ ആ വീട്ടിൽ കയറുന്നവരും സുരക്ഷിതമാകും. സമുദായത്തിന് വേറെ രക്ഷാമാർഗം ഒന്നുമില്ല. ചാടി ഖുർആനെ കയറി പിടിച്ചുകൊള്ളിൻ, രക്ഷപ്പെടും. ആ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൻ. ഞാൻ ഒരു നസീഹത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുകയുണ്ടായി. ഒരു ഹിന്ദു വന്നിട്ട് പറയുകയുണ്ടായി, മോനെ ഓതല് വല്ലാത്ത രസം. ഞാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആനിന്റെ ഗുണമാണ് അച്ഛ, ഖുർആനിന്റെ പ്രത്യേകതയാണ്. എനിക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നിങ്ങൾ സന്തോഷത്തിൽ വരും, കുട്ടികളെ കൊണ്ട് കേൾപ്പിച്ചു തരാം. അമുസ്ലിമീങ്ങളുടെ മനസ്സ് ശാന്തമാകും അവർക്ക് ഖുർആൻ കേൾപ്പിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുഗ്രഹീത റമദാൻ മാസം വരികയാണ്. എല്ലാവരും ഈ കാര്യം ശരിക്കും പാലിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുന്നു. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون فمن അതുകൊണ്ട് ആരെല്ലാം ഷഹീദ മിൻകും നിങ്ങളിൽ അശ്ശഹറ ആ മാസത്തിൽ സാക്ഷിയായിരിക്കുമോ ഫൽയസും അവൻ ആ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. വമൻ കാന മരീദൻ ഔ അലാ സഫർ ആരെങ്കിലും നോമ്പ് ബുദ്ധിമുട്ടാകുന്ന രോഗിയോ യാത്രയിലോ ആണെങ്കിൽ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ അവർ വേറെ ദിവസങ്ങളിൽ നിന്ന് നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ പടച്ചവൻ നിങ്ങൾക്ക് എളുപ്പത്തെ ആഗ്രഹിക്കുന്നു. വലാ യുരീദു ബികുമുൽ ഉസ്ർ പടച്ചവൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിനെ ആഗ്രഹിക്കുന്നില്ല. വലിതുക്മിലുൽ ഇദ്ദ അതുകൊണ്ട് നിങ്ങൾ ഈ എളുപ്പത്തെ സ്വീകരിക്കുകയും നിങ്ങൾ ഈ എണ്ണത്തെ പൂർത്തീകരിക്കുകയും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും ഇത്ര സുന്ദരവും സരളവും അതുപോലെ തന്നെ സമ്പൂർണവുമായ മാർഗത്തിലേക്ക് വഴിതെളിച്ചതിന്റെ പേരിൽ പടച്ചവനെ നിങ്ങൾ പ്രകീർത്തിക്കാനും വലഅല്ലകും തഷ്കുറൂൻ നിങ്ങൾ നന്ദി രേഖപ്പെടുത്താനുമാണ് അല്ലാഹു റമദാൻ മാസം നൽകിയിരിക്കുന്നത്. റമദാനിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, നമ്മൾ വികാരം കൊള്ളേണ്ട വാക്ക് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും ഈ മാസത്തെല്ലാരെല്ലാം ജീവിച്ചിരിക്കുമോ അവരെല്ലാവരും നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. ഷഹീദയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആര് പിറയെ കാണുന്നോ കണക്കല്ല അടിസ്ഥാനം, പിറയെ കാണലാണ് അടിസ്ഥാനം. രണ്ട്, ആര് ഈ മാസത്തിൽ ജീവിച്ചിരിക്കുന്നോ. സഹോദരങ്ങളെ, തൊട്ടടുത്ത് ഖബർ, 2 തരം ഖബറുകളുണ്ട്. അള്ളാഹു എല്ലാ ഖബറുകളെയും ഒന്നാമത്തെ ഗണത്തിൽ പെടുത്തുമാറാകട്ടെ.
റമദാനിൽ അവർക്ക് ഭയങ്കര ആമോദവും ആശ്വാസവുമാണ്. അൽഹംദുലില്ലാഹ്, ഈ റമദാൻ മാസം ഇതുപോലെ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിച്ചിരുന്നു, തറാവീഹ് നമസ്കരിച്ചിരുന്നു. പക്ഷേ വേറെ ചില ഖബറുകളുമുണ്ട്. അള്ളാഹു നമ്മളെ നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവനെ, ഈ റമദാനിൽ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ 30 അല്ല 60 1000 നോമ്പ് പിടിക്കാം. 20 റക്അത്ത് തറാവീഹ് അല്ല, രാത്രി മുഴുവനും നമസ്കരിക്കാം. സാധിക്കുന്നില്ല. നെഞ്ചത്ത് കൈവച്ച് കൊറോണയ്ക്ക് ശേഷമുള്ള സമുദായമേ ചിന്തിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി നമ്മളെ അള്ളാഹു തആല റമദാൻ മാസത്തിൽ എത്തിക്കുകയാണ്. അള്ളാഹു നന്ദിയോടെ നോമ്പ് പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും നോമ്പ് പിടിക്കണം. അവരുടെ കുടുംബത്തിലുള്ള മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണം. കുറച്ച് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നോമ്പ് വേണ്ട. ഒരിക്കലും നമ്മൾ ഇത്തരം തീരുമാനം എടുക്കരുത്. രാത്രിയെല്ലാം നന്നായിട്ട് വെള്ളം കുടിപ്പിക്കും. അത്താഴം കുറച്ച് നേരത്തെ കഴിച്ച് ഒരു 2 തൊട്ടി വെള്ളം കുടിപ്പിക്കും. ഒരു കുഴപ്പം ഇൻഷാ അല്ലാഹ് മക്കൾക്കുണ്ടാവുകയില്ല. അവർ നല്ല തണലിലായിട്ടൊക്കെ കഴിയാൻ പറയും, നോമ്പ് പിടിക്കാൻ പറയും. നമ്മൾ നോമ്പ് പിടിക്കും. ശേഷം അള്ളാഹു എളുപ്പം പറയുന്നു, ആരെങ്കിലും നോമ്പ് പിടിക്കാൻ പറ്റാത്ത രോഗിയായി, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം പാവത്തങ്ങളുണ്ട്, കടുത്ത രോഗികൾ. അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത യാത്ര ചെയ്യുന്നവർ, അവർ നോമ്പ് പിടിക്കേണ്ട. പക്ഷേ അടുത്ത നാളുകളിൽ അവർ നോമ്പ് പിടിക്കേണ്ടതാണ്. സഹോദരിമാരിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ റമദാനിന് മുമ്പ് നോമ്പ് ഖദാ വീട്ടാൻ പരിശ്രമിക്കുന്നു. സഹോദരന്മാരിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ റമദാനിന് മുമ്പ് ഖദാ വീട്ടാൻ പരിശ്രമിക്കുന്നു. മുബാറക്കായ ദിവസങ്ങളിൽ സമുദായത്തിനിടയിൽ അനാവശ്യമായ ചർച്ചയുണ്ട്. ബറാഅത്ത് നോമ്പുണ്ടോ, ഖുറാഅത്ത് നോമ്പുണ്ടോ, മറ്റേ നോമ്പുണ്ടോ, മറച്ച നോമ്പുണ്ടോ. ഒരു നോമ്പും ഉണ്ടാകട്ടെ, ഉണ്ടാകാതെ വീട്ടണം എന്നൊന്നുണ്ട് മനസ്സിലാക്കിയ മുമ്പത്ത്. ഖദാ നോമ്പ് പിടിച്ച് വീട്ടണം. ധാരാളം സഹോദരിമാരുടെ മുതുകിൽ 100 കണക്കിന് നോമ്പുണ്ട്. ധാരാളം പുരുഷന്മാരുടെ മുതുകുകളിൽ നോമ്പുകളുണ്ട്. അതുകൊണ്ട് ഏത് ദിവസമെങ്കിലും നോമ്പൊന്ന് പിടിച്ച് വീട്ടാൻ നോക്കി, ഖദാ വീട്ടാൻ നോക്കി. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. പടച്ചവൻ നിങ്ങൾക്ക് എളുപ്പമായ മാർഗം ആഗ്രഹിക്കുന്നു, ഞെരുക്കം പടച്ചവൻ ആഗ്രഹിക്കുന്നില്ല. മുൻഗാമികൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പടച്ചവൻ കടുത്ത നിയമങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ ഹബീബിന്റെ അനുയായികൾക്ക് കുറച്ച് ആരോഗ്യം കുറവാണെന്നറിയാം. അതുകൊണ്ട് പടച്ചവൻ സന്തുലിതമാക്കി, നിങ്ങൾക്ക് നോമ്പിനെ ലളിതമാക്കി. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. നിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല, ഇരുന്ന് നമസ്കരിക്കും. അതിന്റെ അർത്ഥം കസേര കണ്ടാൽ ഉടനെ അവിടെ കയറി ഇരിക്കണമെന്നല്ല. പള്ളിയിൽ കസേര വന്നു, എല്ലാവർക്കും ഒന്ന് ഇരിക്കാൻ ഭയങ്കര ആഗ്രഹം. നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നയില്ല, അവർ ഇരുന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ചും തറാവീഹ് നമസ്കാരം നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട്, ഇരുന്ന് നമസ്കരിക്കാം. ഹാഫിദീങ്ങളെ പറയും ഇരുന്ന് നമസ്കരിക്കും. എനിക്ക് വലിയ വിഷമം വരുന്നു. ഹാഫിദീങ്ങളെ പലരും എതിർക്കുന്നു. നീണ്ട ഓതൽ, നീണ്ട ഫസാദ് ആരും പറയുന്നില്ലല്ലോ. നീണ്ട ഗീബത്ത് ആരും അതിനെപ്പറ്റി വിഷമിക്കുന്നില്ലല്ലോ. നീണ്ട വഴക്ക് ആർക്കും ഒരു നടുവേദന കാലുവേദന ഇല്ലല്ലോ. നീണ്ട ഓതൽ. സഹോദരങ്ങളെ സന്തോഷിക്കണം. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദ. അതുകൊണ്ട് പടച്ചവന്റെ ഉദ്ദേശം ശരിക്കും മനസ്സിലാക്കി, നിങ്ങൾ പടച്ചവന്റെ ഇളവ് ഉൾക്കൊണ്ടുകൊണ്ട് എണ്ണം നിങ്ങൾ പൂർണ്ണമായി പിടിക്കണം എന്നുള്ളതാണ്. മരുന്ന് നിങ്ങൾ നിർബന്ധമായും കഴിക്കണം. അതുപോലെ മരുന്നാണ് 1 മാസത്തെ നോമ്പ്, അത് നിങ്ങൾ നിർബന്ധമായും പിടിക്കണം. നിങ്ങൾ പടച്ചവന്റെ തക്ബീറുകൾ ഉയർത്തണം. അലാ മാ ഹദാകും. ഇത്ര സുന്ദരവും ഇത്ര സരളവും ഇത്ര സമ്പൂർണവുമായ മാർഗത്തിലേക്ക് പടച്ചവൻ വഴി കാണിച്ചതിന്റെ പേരിൽ ഈ തക്ബീർ കൊണ്ടുള്ള ഉദ്ദേശം, പ്രധാനമായും ഉദ്ദേശം 1 പെരുന്നാൾ നമസ്കാരമാണ്. അള്ളാഹു നമ്മളെ അവിടം വരെയും എത്തിക്കുമാറാകട്ടെ.
റമദാനിന് നോമ്പെല്ലാം പിടിച്ച് കുഴഞ്ഞ് പിറ്റേന്നൊരു നമസ്കാരം, അതിൽ തക്ബീർ ഗൗരവത്തിൽ പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പടച്ചവൻ ഉന്നതൻ മഹോന്നതൻ. 2, ആ പെരുന്നാളിന്റെ രാത്രിയിൽ തക്ബീർ ചെല്ലണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിന് കുഴപ്പമുണ്ട്. മെയ്ക്കുണ്ടെങ്കിൽ തക്ബീർ, മെയ്ക്കില്ലെങ്കിൽ തക്ബീർ ഇല്ല. നമ്മൾ വീടുകളിൽ തക്ബീർ ചെല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അധികമായി തക്ബീർ ചെല്ലണം വീട്ടിൽ, ഓരോ മുറിയിലും ഓരോ സ്ഥലങ്ങളിലും. എന്നിട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് വരണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ പടച്ചവന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ശിഷ്ടകാല ജീവിതം നിങ്ങൾ റമദാനിന്റെ വെളിച്ചത്തിൽ ജീവിക്കും. ഖുർആൻ നെഞ്ചോട് അടച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കും. പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും. ഖുർആനെ നിങ്ങൾ ആദരിക്കും. ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യും. ഖുർആൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കും. ഖുർആൻ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിൻ. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. ഇതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ റമദാനിന്റെ മഹത്വം പറഞ്ഞു. ഖുർആനിന്റെ അവതരണം അതിന്റെ കാരണമായി പറഞ്ഞു. എന്നിട്ട് സ്നേഹത്തോടെ നോമ്പ് പിടിക്കാൻ അല്ലാഹു ഉപദേശിക്കുന്നു. അല്ലാഹു ഉപദേശം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുന്നതമായ പ്രാർത്ഥനയോടെ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക്. പടച്ചവനെ, നിന്റെ എല്ലാ അനുഗ്രഹീത നാമങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അൻത ജഅലൽ ഖുർആനൽ അളീമ റബീഅ ഖുലൂബിനാ. മഹോന്നതമായ ഖുർആൻ, ആദരവായ റസൂലും പറയുന്നു, മഹോന്നതമായ ഖുർആൻ ഞങ്ങളുടെ മനസ്സുകളുടെ വസന്തമാക്കണമേ. വനൂറ അബ്സാരിന, ഞങ്ങളുടെ പാവപ്പെട്ട കണ്ണുകളുടെ പ്രകാശമാക്കണമേ. വജിലാ അഹ്സാനിന, ലോകം മുഴുവനും സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് നീ ശമനത്തിന് കാരണമാക്കണമേ. വശിഫാ അസ്കാമിന, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനമാക്കണമേ. വസായിഖന ഇലാ ജന്നാതിക ജന്നാത്തിൻ നഈം, നിന്റെ അനുഗ്രഹപൂർണമായ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാക്കണമേ. അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, എല്ലാ ഉപകാരികളെയും അള്ളാഹു വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം കാരണക്കാരൻ സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് സലാമുകൾ ഇത്ര വലിയൊരു സദസ്സ് സംഘടിപ്പിച്ച് അതിനെ വിനീതനെ അങ്ങേയറ്റം സ്നേഹത്തോടെ ക്ഷണിച്ച് കൊണ്ടുവന്ന എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ചും ഒരു മടിയുമില്ലാതെ എടുത്തു പറയുന്നു. പ്രിയപ്പെട്ട സുഫിയാൻ അലി സാഹിബ്, മാഷാ അല്ലാഹ്, ഞാൻ അങ്ങേയറ്റം ആനന്ദത്തോടെ അനൗൺസ്മെൻറ്റുകളും എല്ലാം കേൾക്കുകയായിരുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും നമ്മളെക്കാളും ഉയർത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ അടുത്ത തലമുറയെ നമ്മളെക്കാളും വളർത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈർ, ബർക്കത്ത്, സലാമത്ത്, സന്തോഷം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.